സ്വർണത്തിൻ്റെ ആവശ്യമില്ലല്ലോ, സ്വർണത്തിൻ്റെ ആവശ്യമേ ഇല്ല. സ്വർണ്ണം ഇട്ടുകൊണ്ട് പോയാൽ മോഷണവും ഇതൊക്കെയല്ലേ, വില കൂടിക്കൊണ്ടല്ലേ ഇരിക്കണത്. കല്യാണമൊക്കെ നടക്കുന്നവർക്ക് സ്വർണ്ണം വാങ്ങിക്കണ്ടല്ലോ, ആർക്ക് ചോദിക്കാനും പറ്റില്ല കൊടുക്കാനും പറ്റില്ല. അപ്പം നല്ല തീരുമാനമായിരിക്കും. രണ്ട് തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്വർണ്ണം വാങ്ങുന്ന ഇപ്പോൾ ഒരു കല്യാണം നടത്തുമ്പോഴത്തേക്ക് സ്വർണ്ണം വാങ്ങണ്ടേ. ഇപ്പോൾ സ്വർണ്ണം ഇട്ടല്ലേ സാധാരണ ഇതിൽ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് സ്വർണ്ണം അവരങ്ങനെ ചെയ്യുമോ? കല്യാണം നടത്തുന്നവരങ്ങനെ ചെയ്യുമോ? സ്ത്രീധനം കൂടുതൽ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവർ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വാങ്ങാതെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം കല്യാണമായിരുന്നാലും നൂലുകെട്ടായിരുന്നാലും സ്വർണം നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റുമോ? പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ചിലവ് ചുരുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആഗോള വിപണിയിലുള്ള എണ്ണയുടെയും ഇറാൻ്റെ യുദ്ധത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാകുമോ? കല്യാണമൊക്കെ ഒരു പ്രശ്നത്തിലാകും തോന്നുന്നു. കല്യാണം സ്ത്രീധനം കൂടുതൽ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവർ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വാങ്ങാതെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗോൾഡ് ഉപയോഗിക്കുന്ന കുറവാണ്, എന്നാലും ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല. നല്ലൊരു തീരുമാനമായിരിക്കും. കല്യാണമൊക്കെ നടക്കുന്നവർക്ക് സ്വർണ്ണം വാങ്ങിക്കണ്ടല്ലോ, ആർക്ക് ചോദിക്കാനും പറ്റില്ല കൊടുക്കാനും പറ്റില്ല. അപ്പം നല്ല തീരുമാനമായിരിക്കും അത്. നമ്മൾ ഒരു വർഷമൊക്കെ സ്വർണ്ണം വാങ്ങാതിരിക്കാൻ മലയാളികൾക്ക് പറ്റുമോ? പറ്റത്തില്ല. ഇപ്പോൾ മലയാളികൾ സ്വർണം ഇത് സേവ് ചെയ്യാനല്ലേ വാങ്ങിക്കുന്നത്. ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയുമ്പോൾ നമ്മുടെ സേവിങ്സിനെയൊക്കെ അത് ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സേവിങ്സിനെ ബാധിക്കും. പോസിറ്റീവാണോ നെഗറ്റീവാണോ വാങ്ങരുതെന്ന് പറയുന്നത്? വാങ്ങരുതെന്ന് പറയാൻ നമുക്കിപ്പോൾ പ്രധാനമന്ത്രി വാങ്ങരുതെന്ന് പറയുന്നതിനെ കുറിച്ച് ഇപ്പം എന്ത് പറയാനാ അറിയില്ല. കൃത്യമായി എന്താണെന്നുള്ളതിനും പ്രധാനമന്ത്രിക്ക് അറിയാവും. അല്ല, നമുക്ക് സ്വർണം വാങ്ങരുതെന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? രണ്ട് തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്വർണ്ണം വാങ്ങുന്ന ഇപ്പോൾ ഒരു കല്യാണം നടത്തുമ്പോഴത്തേക്ക് സ്വർണ്ണം വാങ്ങണ്ടേ. ഇപ്പോൾ സ്വർണ്ണം ഇട്ടല്ലേ സാധാരണ ഇതിൽ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് സ്വർണ്ണം അവരങ്ങനെ ചെയ്യുമോ? കല്യാണം നടത്തുന്നവരങ്ങനെ ചെയ്യുമോ? പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ നാളെ കേരളത്തിലുള്ള ജനങ്ങൾ നാളെ മുതൽ സ്വർണ്ണം ഉപേക്ഷിക്കുകയാണ്. ഇല്ല, വ്യക്തമായി പ്രധാനമന്ത്രി തന്നെ അതിൻ്റെ ഇഷ്യൂസ് കുറച്ചുകൂടെ പുറത്തുകൂടെ ഉണ്ട്. യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ത്തിൻ്റെ വില കുറയ്ക്കാനായിരിക്കാം. കേരള സംസ്കാരത്തിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വർണം പൈസ ഉള്ളവർക്ക് വാങ്ങിക്കാം, ഇല്ലാത്തവർക്ക് വാങ്ങിക്കണ്ട. ഇല്ലാത്തവർ ഇപ്പോഴും വാങ്ങുന്നില്ല. അതെ, സ്വർണത്തിൻ്റെ ആവശ്യമില്ലല്ലോ, സ്വർണത്തിൻ്റെ ആവശ്യമേ ഇല്ല. സ്വർണ്ണം ഇട്ടുകൊണ്ട് പോയാൽ മോഷണവും ഇതൊക്കെയല്ലേ, വില കൂടിക്കൊണ്ടല്ലേ ഇരിക്കണത്. അതാണ്. യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇത് വാങ്ങണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. വാങ്ങാതിരിക്കാൻ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം വാങ്ങിച്ചാലും ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ചാലും അടുത്ത ദിവസം കൊണ്ട് കല്യാണം കഴിയുമ്പോൾ പണയം വയ്ക്കും, അല്ലെങ്കിൽ വിൽക്കും. അത്ര തന്നെ. പിന്നെയും ജ്വല്ലറിക്ക് തന്നെ ലാഭം. വേണ്ട, പൈസ കയ്യിലിരിക്കണം നല്ലത്. ഉള്ള പൈസ വെച്ച് അടിച്ച് പൊളിച്ച് ഇരിക്കുക. സ്വർണ്ണം വേണ്ട. എൻ്റെ അടുത്ത് ശകലമുണ്ട്, അത് നേരത്തെ വാങ്ങിച്ചത്. പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിട്ട് വാങ്ങുന്നില്ല.